Hi friends, welcome to Hamictech graphics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഗൂഗിൾ ലെൻസിന്റെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്കുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കുകളാണ്. അപ്പോൾ ഈ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കുകളൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. ഫസ്റ്റ് ട്രിക്കാണ് കോപ്പി ടെക്സ്റ്റ് ഫ്രം ഇമേജ്. അതായത് നമുക്ക് ഏതെങ്കിലും ഇമേജിലൊക്കെ ഉള്ള ടെക്സ്റ്റുകളെ കോപ്പി ചെയ്ത് സെൻഡ് ചെയ്യാനെല്ലാം ഈ ഗൂഗിൾ ലെൻസിൻ്റെ സഹായത്തോടെ സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഫോണിലുള്ള ഇമേജസിൻ്റെ മാത്രമല്ല, ഗൂഗിളിലുള്ള ഇമേജസിൽ നിന്നുള്ള ടെക്സ്റ്റുകളെ നമുക്ക് വേർതിരിച്ചെടുത്ത് അത് സെൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നിങ്ങൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിളിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാം. അതിൻ്റെ ഇമേജസ് മാത്രം എടുക്കാം. ഇപ്പോൾ അതാണ്ട് ഗൂഗിളിൽ ഞാനിപ്പോൾ മലയാളം എന്ന് സെർച്ച് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ചധികം ഇമേജസ് കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമേജ് ഏതോ, അതായത് ടെക്സ്റ്റ് എടുക്കേണ്ട ഇമേജ് ഏതോ അത് നോക്കുക. അതായത് ഇതിനകത്ത് കുറേ ടെക്സ്റ്റുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമേജാണ്. അപ്പോൾ ആ ഇമേജിനകത്ത് കുറേയധികം ടെക്സ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മലയാളത്തിൽ എന്തൊക്കെയോ എഴുതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റൊക്കെ നമുക്കൊന്ന് കോപ്പി ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗൂഗിൾ ലെൻസിൻ്റെ ഒരു ഐക്കൺ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരു ചതുരം ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് കോപ്പി ചെയ്യേണ്ട ടെക്സ്റ്റ് എവിടോ അവിടെ ആയിട്ട് ആ ഒരു ചതുരത്തെ കൊണ്ടുപോകാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണോ ടെക്സ്റ്റ് കോപ്പി ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് ഇത്രയും ഡ്രാഗ് ചെയ്ത് വെക്കാം. ആ ടെക്സ്റ്റിലോട്ട് ഇത്രയും ഡ്രാഗ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ ആ ഒരു ഇമേജിലുള്ള ഈ കാണുന്ന ടെക്സ്റ്റുകളെല്ലാം കോപ്പി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എല്ലാം ആയിട്ട് ഞാൻ ആ ഒരു ബോക്സിനെ സെലക്ട് ചെയ്തു. ഇനി താഴെ നോക്കാമെങ്കിൽ കോപ്പി ടെക്സ്റ്റ്, അതുപോലെ സെലക്ട് ടെക്സ്റ്റ്, പിന്നെ ട്രാൻസ്ലേറ്റ് തുടങ്ങിയ ഓപ്ഷനുകൾ കാണാം. നമുക്കിപ്പോൾ ഈ കാണുന്ന ടെക്സ്റ്റിനെ കോപ്പി ചെയ്താൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ കോപ്പി ടെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുക്കാനും സാധിക്കുന്നതാണ്. വാട്സപ്പ് വഴിയൊക്കെ മറ്റോ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ നമുക്കത് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ അത് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്ത് വല്ല ആർട്ടിക്കിളിലൊക്കെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് ഗൂഗിൾ ലെൻസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ആ ഒരു ഇമേജിലുള്ള ടെക്സ്റ്റിനെ എല്ലാം കോപ്പി ചെയ്ത് ഇതുപോലെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു ഇമേജ് നമ്മൾ സേവ് ചെയ്തിട്ടില്ല, നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യവും വന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഗൂഗിൾ ലെൻസിൻ്റെ സഹായത്തോടു നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു ട്രിക്കാണ് മാത്സ് കാൽക്കുലേഷൻ. അതായത് നമുക്ക് ഗൂഗിൾ ലെൻസിൻ്റെ സഹായത്തോടു കൂടി മാത്സ് കാൽക്കുലേഷൻ എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ ടഫായിട്ടുള്ള മാത്സ് കാൽക്കുലേഷൻ വരെ നമുക്ക് ഗൂഗിൾ ലെൻസിൻ്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് മിക്ക ഫോണുകളിലും കാണുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ഫോൺ ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് വിത്ത് യുവർ ക്യാമറ എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഓപ്പൺ ആയിട്ടിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് റിസൾട്ട് കിട്ടേണ്ട ആ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു ക്യാമറയുടെ പിന്നിലായിട്ട് കൊണ്ടുവെക്കാം. ആ ഒരു കാൽക്കുലേഷൻ ഓക്കെ, അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കാണുന്ന ആ ഒരു ഷട്ടർ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ദാണ്ട അതിൻ്റെ ഇമേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ താഴെ അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ കാണുമായിരിക്കും. ഇനി അതല്ല അതിൻ്റെ കറക്റ്റ് റിസൾട്ട് മാത്രം മതി, അതിൻ്റെ ആ സ്റ്റെപ്പ് ഒന്നും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോം വർക്ക് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൻ്റെ മാത്സ് പ്രോബ്ലത്തിൻ്റെ ആൻസർ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതെച്ച് ഈസി ആയിട്ട് നമുക്ക് മാത്സ് കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ ടഫായിട്ടുള്ള മാത്സ് കാൽക്കുലേഷൻ വരെ നമുക്ക് ഗൂഗിൾ ലെൻസിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അതുപോലെ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ പോലും അതിൻ്റെ ആൻസറും ഇതുപോലെ നമുക്ക് ഗൂഗിൾ ലെൻസ് നൽകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ മാത്സ് കാൽക്കുലേഷൻ അല്ലേ ചെയ്തത്, ഇതങ്ങ് മാറ്റാം. അതിന് പകരം ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്കിതുപോലെ ചോദിക്കാം. ഓക്കെ, നമ്മളെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതുപോലെ നമ്മുടെ ആ ഒരു ക്യാമറയുടെ പിന്നിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആ ഒരു ബോക്സ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിലായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്യാം. എന്നിട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ
ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി താഴോട്ട് നോക്കാമെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഞാനിവിടെ ചോദിച്ചിരിക്കുന്നത് ഹു ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇതുപോലെ ഒരു പേപ്പറിൽ എഴുതിയാണ് ഗൂഗിൾ ലെൻസിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആൻസറും ഗൂഗിൾ ലെൻസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ടഫായിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് ഗൂഗിൾ ലെൻസിൻ്റെ സഹായത്തോടെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ട്രിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ട്രിക്കാണ് കോപ്പി ആൻഡ് ട്രാൻസ്ലേറ്റ് ടെക്സ്റ്റ് എന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ടെക്സ്റ്റിനെയൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അതായത് ഇംഗ്ലീഷിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മലയാളത്തിലോട്ടോ ബാക്കിയുള്ള ഭാഷയിലോട്ടൊക്കെ ആക്കാൻ സാധിക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പം എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ടെക്സ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട പോർഷൻസ് ഏതോ അല്ലെങ്കിൽ കോപ്പി ചെയ്യേണ്ട പോർഷൻസ് ഏതോ അത് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ കോപ്പി ടെക്സ്റ്റ് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടുപോയിട്ട് നമുക്ക് വാട്സപ്പ് വഴിയൊക്കെ എല്ലാം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത അത്രയും പോർഷൻസ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷാണ്. ഇനി അത് കൺവേർട്ട് ചെയ്യേണ്ട ഏത് ലാംഗ്വേജിലോട്ടാണോ അത് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. അപ്പം മലയാളത്തിലോട്ടാണെന്നുണ്ടെങ്കിൽ മലയാളം നമുക്ക് ഇവിടെ ചൂസ് ചെയ്തെടുക്കാം. ഓക്കെ, മലയാളം ഞാൻ ഇതുപോലെ ചൂസ് ചെയ്തു. അപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്ട് ഇംഗ്ലീഷ് ഇവിടെ ഉണ്ട്. ആ ഒരു ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് കോപ്പി ചെയ്ത് അത് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ അത് കോപ്പി ചെയ്ത് നമുക്ക് എന്നിട്ട് വാട്സപ്പ് വഴിയൊക്കെ ആ ഒരു കോപ്പി ചെയ്ത ടെക്സ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതാണ്ട് നമ്മളത് കോപ്പി ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഗൂഗിൾ ലെൻസിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ഇമേജസ് വരുന്ന ടെക്സ്റ്റിനെയൊക്കെ നമുക്ക് കോപ്പി ചെയ്യാനും സെൻഡ് ചെയ്യാനും അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഇപ്പോൾ സാധിക്കുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കിയ എല്ലാ ട്രിക്കുകളും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കുകളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇത്തരത്തിലുള്ള പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.